ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ച് ചേർത്തത് കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഹരീഷ് കണാരൻ നടത്തിയ ഒരു പ്രസ്താവന, അത് എനിക്കും എൻ്റെ കുടുംബത്തിനും നേരിട്ട ഒരുപാട് വിഷമങ്ങൾ ഇന്നും തുടരുന്നത് കൊണ്ടുമാണ്. ഇന്നലെ പോലും എൻ്റെ പേജിൻ്റെ ഇടയിൽ വന്ന് ഞാൻ എന്തിട്ടാലും അതിനിടയിൽ വന്ന് ഒരുപാട് അനാവശ്യ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പ്രതികരിക്കേണ്ടെന്ന് തീരുമാനിച്ചിരുന്ന ആളാണ്. ഞാൻ എൻ്റെ സിനിമ റിലീസ് കഴിഞ്ഞ് പ്രതികരിക്കാമെന്നൊക്കെ ആലോചിച്ചിരുന്നതാണ്. പക്ഷെ ഓരോ ദിവസം വൈകും തോറും ഇതിങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ആരോപിച്ചത് അദ്ദേഹത്തിന് ഞാൻ 20 ലക്ഷം രൂപ കടമായി വാങ്ങുകയും ആ കടം മേടിച്ച തുക തിരിച്ചു വാങ്ങിയതിൻ്റെ പേരിൽ പുള്ളിയെ ഏറം സിനിമയിൽ നിന്ന് വരെ പുറത്താക്കി എന്നൊരു ആരോപണമാണ് അതിൽ പുള്ളി ആദ്യം ഉന്നയിച്ചത്. ശരിക്കും ഏറം സിനിമയിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ സിനിമയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരു ക്യാരക്ടറുകൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ ചിലവാക്കേണ്ടി വന്ന ഒരു വലിയ സിനിമയാണ് AR. അതിൻ്റെ പ്രൊജക്ട് ഡിസൈനറായിരുന്നു ഞാൻ. ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പം നിങ്ങൾക്കറിയാം, ജഗദീഷ് ചേട്ടനുണ്ട്, സുരഭി ഉണ്ട്, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാർ അഭിനയിച്ചൊരു പടമാണ്. ആ സിനിമയ്ക്ക് നമുക്കൊരു വലിയൊരു റെമ്യൂണറേഷൻ ആർക്കും കൊടുക്കാൻ പറ്റുന്നൊരു പടമായിരുന്നില്ല. കാര്യം നമുക്ക് സിനിമയ്ക്ക് ഒരുപാട് പൈസ മുടക്കേണ്ടത്, ടെക്നിക്കൽ സൈഡിൽ കൊടുക്കേണ്ടതുകൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് അധികം പൈസ കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ അവരുടെ ഞങ്ങൾ മുൻകൂർ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആർട്ടിസ്റ്റുകളെ അതിനകത്തോട്ട് ഫിക്സ് ചെയ്തത്. ഇപ്പോൾ ഈ പണ്ട് പോലെ ഇങ്ങോട്ട് എല്ലാ ആർട്ടിസ്റ്റിനെയും നമുക്ക് നോക്കാം. ഒരു നല്ലൊരു കഥാപാത്രം കിട്ടുമ്പോൾ, ചിലപ്പോൾ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമായി മാറാൻ ശ്രമിക്കുമ്പോൾ അവരവിടെ ശമ്പളത്തിൻ്റെ പേരിൽ തർക്കിക്കാനൊന്നും തോന്നാറില്ല. അവർ ആ സിനിമയുമായിട്ട് ചേർന്ന് മുമ്പോട്ട് പോകാനാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ പടത്തിലും എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളോട് സഹകരിച്ചത്. ഹരീഷ് കണാറിന് 50 ദിവസമായിരുന്നു ആ സിനിമയിലോട്ട് എനിക്ക് ആവശ്യം. ഹരീഷ് കണാറിന് 50 ദിവസം ഡേറ്റ് അയച്ചു കൊടുക്കുകയും 5 ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ ഉണ്ടാകും എന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലെ ഒരു മിനിമം ഒരു 15 ലക്ഷമെങ്കിലും വേണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിന് ആ സിനിമയിൽ നിന്ന് മാറ്റിയത്. ഡോക്ടർ സക്കറിയ തോമസ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തെ ആ സിനിമയിൽ നിന്ന് മാറ്റിയിട്ട് പകരം നമ്മുടെ ഇതിൽ വരാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാം എന്ന് ഡയറക്ടറോട് പറയുകയും, ഡയറക്ടർ എന്നിട്ട് പ്രൊഡ്യൂസറോട് പറയും ഞാനൊന്ന് പുള്ളിയെ വെച്ച് സംസാരിക്കട്ടെ, എനിക്ക് കുഞ്ഞിരാമായണം പോലുള്ള ബന്ധമാണ് അയാളുമായിട്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അന്ന് രാത്രി പല പ്രാവശ്യം വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് ആ പടം നഷ്ടപ്പെട്ടതും മറ്റൊരു ആർട്ടിസ്റ്റിനെ പടത്തിലോട്ട് കാസ്റ്റ് ചെയ്തത്.